കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും സ്ത്രീ സുരക്ഷയ്ക്കായി നിർഭയ സെന്ററുകൾ സ്ഥാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. എല്ലാ അംഗൻവാടികൾക്കും സ്വന്തം കെട്ടിടം നൽകും. നിഷിനെ കേന്ദ്ര സർവകലാശാലയാക്കി ഉയർത്തുമെന്നും വിവിധ കേന്ദ്രമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ആക്രമണത്തിനിരയാകുന്ന പെൺകുട്ടികൾക്ക് കൗൺസിലിംഗും നിയമസഹായവും താമസ സൗകര്യവും ഒരുക്കിയാണ് നിർഭയ സെന്ററുകൾ 14 ജില്ലകളിലും നിർമ്മിക്കുക. ഇതിനുള്ള പ്രൊജക്ട് റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൈമാറും. എല്ലാ ജില്ലകളിലും നിർഭയ സെന്റർ ആരംഭിക്കുന്നതിനുള്ള സഹായം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തു. 300 സ്ക്വയർ മീറ്റർ സ്ഥലം ഇതിനുവേണ്ടി കേരളത്തിൽ നമ്മൾ കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടനെ തന്നെ നിർഭയ സെന്റർ തുടങ്ങാനുള്ള സഹായം കേന്ദ്രം ചെയ്യും. കൂടാതെ സംസ്ഥാനത്തെ മുഴുവൻ അംഗൻവാടികളുടെയും പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കും. പ്രവർത്തനം സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റും. തിരുവനന്തപുരത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിനെ കേന്ദ്ര സർവകലാശാലയാക്കി ഉയർത്തുന്നതിനുള്ള തീരുമാനവും 30-ന് നടക്കുന്ന ക്യാബിനറ്റിൽ കൈക്കൊള്ളും. സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും തിരിച്ചറിയൽ രേഖ നൽകാനും കേന്ദ്ര സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തീരുമാനമായതായും കെ ശൈലജ അറിയിച്ചു. ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങളും വൈദ്യപരിശോധനയും നൽകുന്നതിന് സെപ്റ്റംബർ മാസം കണ്ണൂരിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും നടത്തും. സെന്റർ ഫോർ എക്സലൻസായി കോട്ടയം, തൃശൂർ മെഡിക്കൽ കോളേജുകൾ കൂടി പരിഗണിക്കാമെന്ന ഉറപ്പും കേന്ദ്രം കേരളത്തിന് നൽകി. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ ആർത്തവകാലത്ത് പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സാനിറ്ററി നാപ്കിൻ വിതരണത്തിനും ഉപയോഗിച്ചവ നശിപ്പിക്കുന്നതിനും സൗകര്യമൊരുക്കുന്ന ഷീപ്പാട് പ്രൊജക്റ്റും എത്രയും വേഗം നടപ്പിലാക്കുമെന്നും ശൈലജ ടീച്ചർ കൂട്ടിച്ചേർത്തു. വനിതാ വികസന കോർപ്പറേഷന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. ന്യൂസ് ബ്യൂറോ, ദില്ലി. മഴക്കാലത്ത് സ്ഥിരമായി വെള്ളത്തിനടിയിലാകുന്ന വയനാട്ടിലെ ആദിവാസി കോളനികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള പദ്ധതിക്ക് സർക്കാർ അംഗീകാരം. 3 താലൂക്കുകളിലായി 6 ആദിവാസി കോളനികളെയാണ് പകരം ഭൂമി നൽകി പുനരധിവസിപ്പിക്കുക. സ്ഥിരമായി വെള്ളം കയറുകയും ദുരിതത്തിലുമാവുന്ന ജില്ലയിലെ 6 ആദിവാസി കോളനികളെയാണ് മാറ്റിപ്പാർപ്പിക്കുക. ജൂലൈ ആഗസ്റ്റ് മാസത്തോടെ നൂൽപ്പുഴ പഞ്ചായത്തിലെ കാക്കത്തോട്, കോട്ടത്തറ വൈശ്യൻ, പനമരത്തെ മാതൃപ്പൊയിൽ, പുൽപ്പള്ളിയിലെ പാളക്കൊല്ലി, പരക്കുനി, പുഴങ്കുനി കോളനികളെയാണ് ആദ്യഘട്ടത്തിൽ പുനരധിവസിപ്പിക്കുക. ആദിവാസി പുനരധിവാസ ഭാഗമായിട്ട് ഏത് ആദിവാസി കോളനി എല്ലാ വർഷം മഴവെള്ളം കയറുന്നുണ്ട്, എങ്ങനെ 6 കോളനി അങ്ങനെ ഗവൺമെന്റിന് പ്രപ്പോസൽ കൊടുത്തിരുന്നു. അതിൽ ഗവൺമെന്റ് ഉത്തരവ് വന്നിട്ടുണ്ട്. സോ ഈ മഴക്കാലിൽ എല്ലാ വർഷം കഴിഞ്ഞ് 10-15 വർഷം ഡാറ്റ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ഏത് കോളനി എല്ലാ വർഷം പ്രശ്നമാണ്. 1 മാസം 2 മാസം ക്യാമ്പിൽ ഷിഫ്റ്റ് ചെയ്യാൻ ആവശ്യം വരുന്നുണ്ട്. എങ്ങനെ കോളനി ആൾക്കാർക്ക് ഒരു പക്രം വരെ നല്ല ഭൂമി മേടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ജൂൺ ജൂലൈ മാസത്തിനത് ഞങ്ങൾ ചെയ്യാം. പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഈ മാസം 30-ഓടെ പൂർത്തിയാവും. പദ്ധതിയുടെ ആദ്യഘട്ടത്തിനു ശേഷം മുൻഗണനാടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള മറ്റു കോളനികളെയും മാറ്റിപ്പാർപ്പിക്കാനാണ് തീരുമാനം. ജില്ലാ വികസന സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി തയ്യാറായത്. ന്യൂസ് ബ്യൂറോ, വയനാട്. ആദിവാസികളുടെ വിവിധ ആവശ്യങ്ങളടങ്ങിയ നിവേദനം ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകി. ഭൂരഹിതരായ മുഴുവൻ ആദിവാസികൾക്കും കുറഞ്ഞത് 1 ഏക്കർ ഭൂമി നൽകുക, കുടിശ്ശികയായ മുഴുവൻ കടങ്ങളും മാനദണ്ഡങ്ങളില്ലാതെ എഴുതിത്തള്ളുക, മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്കും സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി ബി വിദ്യാധരൻ, വൈസ് പ്രസിഡന്റ് പി കെ വിജയകുമാർ, ജോയിന്റ് സെക്രട്ടറി പി കെ സുരേഷ് ബാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച 108 ആംബുലൻസുകളുടെ പ്രവർത്തനം അവതാളത്തിലാകുന്നു. 108 ആംബുലൻസുകളുടെ നടത്തിപ്പിൽ അധികൃതർ കാണിച്ച അലംഭാവവും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി യഥാസമയം തീർക്കാത്തതുമാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം 108 ആംബുലൻസ് സംവിധാനം അവശേഷിക്കുന്ന ജീവൻ നിലനിർത്താനായി അധികാരികളുടെ കാരുണ്യം തേടുകയാണ്. LDF സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന 108 ആംബുലൻസ് സംവിധാനമാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ആരോഗ്യവകുപ്പ് അധികൃതരുടെ അലംഭാവം മൂലം മരണശൈലിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ വിജയം കണ്ട 108 ആംബുലൻസുകളിൽ ബഹുഭൂരിപക്ഷവും കട്ടപ്പുറത്തായി. ICU അടക്കമുള്ള സജ്ജീകരണങ്ങളോടെ ആരംഭിച്ച 25 ആംബുലൻസുകളിൽ ഇന്ന് നിരത്തിലുള്ളത് വെറും 5 എണ്ണം മാത്രം. കട്ടപ്പുറത്തായ 20-ൽ ഒന്നുപോലും ഫിറ്റ്നസ് ടെസ്റ്റുകൾക്കായി വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങിയിട്ടില്ല. അതേസമയം ആംബുലൻസിന്റെ പ്രവർത്തന നടത്തിപ്പിലെ പാകപ്പിഴകളാണ് 108 ആംബുലൻസുകൾ അവതാളത്തിലാകാൻ പ്രധാന കാരണം. നേരത്തെ ടെക്നോ പാർക്കിലുണ്ടായിരുന്ന കമ്പനിയാണ് ഇവയുടെ പ്രവർത്തനം നടത്തിയിരുന്നത്. എന്നാൽ ഈ കമ്പനിയുടെ അഴിമതി കാരണം നടത്തിപ്പ് ചുമതല കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷേ 108 ആംബുലൻസുകൾ ഓരോന്നായി കട്ടപ്പുറത്താക്കിയതല്ലാതെ യാതൊന്നും ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കെൽട്രോണിനെ നടത്തിപ്പ് ചുമതല ഏൽപ്പിക്കാൻ ഏകദേശ ധാരണയിലെത്തിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല. മരണക്കിടക്കയിൽ കിടക്കുന്ന 108 ആംബുലൻസുകളെ ആരായിരിക്കും ഇനി രക്ഷിക്കുക? നേരത്തെ സ്വകാര്യ കമ്പനികൾ ഒരു പരീക്ഷണം നടത്തി, അതിനുശേഷം മെഡിക്കൽ സർവീസ് കോർപ്പറേഷനും. പക്ഷേ ഫലം കണ്ടില്ല. എല്ലാവരും ആശങ്കയോടെ കാത്തിരിക്കുകയാണ്. ക്യാമറമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരുമാനൂർ.
ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 10 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടത്. അമീറുലിനെ ആലുവ പോലീസ് ക്ലബ്ബിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം കണ്ടെടുക്കണമെന്ന് പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. അപേക്ഷയുടെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. ആടിനെ പീഡിപ്പിച്ച സംഭവത്തിലും ഇയാൾക്കെതിരെ കേസെടുത്തു. കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും അതീവ സുരക്ഷയോടെ രാവിലെ 11:45 പ്രതി അമീറുൽ ഇസ്ലാമിനെ പെരുമ്പാവൂർ കോടതിയിൽ എത്തിച്ചത്. 12:15 ഇയാളെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി. പ്രതിയെ 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുള്ള അപേക്ഷ മജിസ്ട്രേറ്റ് പരിഗണിക്കവേ പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ദ്വിഭാഷിയുടെ സഹായത്താൽ ചോദിച്ചു. തനിക്ക് നാട്ടിൽ പോകണമെന്ന് മാത്രമാണ് അമീറുൽ പറഞ്ഞത്. 15 മിനിറ്റിനകം നടപടികൾ പൂർത്തിയാക്കി ഈ മാസം 30 വൈകുന്നേരം 4:30 വരെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ മജിസ്ട്രേറ്റ് വി മഞ്ജു ഉത്തരവിട്ടു. തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതിനാൽ തെളിവെടുപ്പും മറ്റും മുഖം മറച്ചുകൊണ്ട് നടത്താൻ അനുവദിക്കണമെന്ന അപേക്ഷ കോടതി അനുവദിച്ചതായി പബ്ലിക് പ്രോസിക്യൂട്ടർ SM നസീർ പറഞ്ഞു. അതിന് പ്രത്യേക അനുമതി കോടതി തന്നിട്ടുണ്ട്. ഇയാളെ ഇനിയും വേണ്ടി വന്നാൽ ഐഡന്റിഫിക്കേഷൻ പരേഡിന് തിരിച്ചറിയൽ പരേഡിന് ഹാജരാക്കാനുള്ളതുകൊണ്ട് അന്വേഷണ ഉദ്യോഗം പ്രത്യേക അപേക്ഷ കൊടുത്ത് അതിന് അനുമതി വാങ്ങിയിട്ടുണ്ട്. പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അന്വേഷണത്തെ ബാധിക്കും. ഇനി തിരിച്ചറിയാനുള്ളവരൊക്കെ ഫോട്ടോ കണ്ടാൽ പിന്നെ തിരിച്ചറിയൽ പരേഡ് കൊണ്ട് അർത്ഥമില്ല. ആയതുകൊണ്ടാണ് മുഖം മറയ്ക്കാൻ പ്രത്യേക അനുമതി വാങ്ങിയത്. കോടതിയിൽ നിന്നിറക്കിയ പ്രതിയെ ആലുവ പോലീസ് ക്ലബ്ബിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം കൊലയ്ക്കുപയോഗിച്ച ആയുധവും വസ്ത്രങ്ങളും കണ്ടെടുക്കണമെന്ന് പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. തിരിച്ചറിയൽ പരേഡും അന്യ സംസ്ഥാനങ്ങളിലും മറ്റും കൊണ്ടുചെന്ന് തെളിവെടുപ്പ് നടത്താനും ഇയാളുടെ ഒളിത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്നും കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. പോലീസ് കസ്റ്റഡിയിൽ തിരിച്ചറിയൽ പരേഡ് നടത്തിയ ശേഷം തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കർണാടകയിൽ മലയാളിയായ ദളിത് വിദ്യാർത്ഥിനി ക്രൂരമായ റാഗിങ്ങിനിരയായി. കർണാടകയിലെ ഗുൽബർഗിലുള്ള നഴ്സിംഗ് കോളേജിലാണ് സംഭവം. റാഗിങ്ങിനിരയായ എടപ്പാൾ സ്വദേശിനി ഗുരുതരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ മാസം 9 കർണാടകയിലെ ഗുൽബർഗിലുള്ള അൽഖമാർ നഴ്സിംഗ് കോളേജിൽ 1ാം വർഷ BSc നഴ്സിംഗിന് പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥിനിയെ മലയാളികൾ ഉൾപ്പെടെയുള്ള സീനിയർ വിദ്യാർത്ഥിനികൾ റാഗിങ്ങിനിരയാക്കി ടോയ്ലറ്റ് ക്ലീനിംഗ് ലോഷൻ കുടിപ്പിച്ചത്. ഇതേ തുടർന്ന് അന്നനാളം വെന്തുരുകിയ പെൺകുട്ടി കർണാടകയിലെ ആശുപത്രിയിൽ 4 ദിവസം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഇതിനുശേഷം കോളേജ് അധികൃതർ പെൺകുട്ടിയെ കേരളത്തിലേക്ക് അയക്കുകയായിരുന്നു. എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം തുടർ ചികിത്സയ്ക്കായി പെൺകുട്ടിയെ ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. 40 ദിവസത്തോളമായി പെൺകുട്ടിക്ക് വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ഡിസംബർ 1 കോളേജിൽ പ്രവേശനം നേടിയത് മുതൽ സീനിയർ വിദ്യാർത്ഥിനികളുടെ പീഡനം സഹിക്കാനാവാതെ നാട്ടിലേക്ക് മടങ്ങി വരണമെന്ന് പെൺകുട്ടി പറഞ്ഞിരുന്നതായി മാതാവും മാതൃ സഹോദരനും പറഞ്ഞു. പ്രാവശ്യത്തേവരെ വിളിച്ചാൽ പിന്നെ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് വരികയാണ് വീട്ടിലേക്ക് കയറണം. അപ്പം ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാന്നുള്ളത് അറിയില്ല. അപ്പോൾ പറഞ്ഞ് ഇത് വരേണ്ട അത്രയും ബുദ്ധിമുട്ടില്ല, ലോൺ എടുത്തിട്ടൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം എനിക്ക് അറിയുന്നതാണ് വീട്ടിലത്തെ കാര്യം. ആരും 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ മാമാരെ സഹായത്തിന് നമ്മളെ ഞാൻ ജീവിക്കുന്നത്. അവരുടെ വസ്ത്രങ്ങളൊക്കെ കഴിപ്പിച്ചിട്ടുള്ള ഡാൻസ് കളിക്കാൻ പറയുക, പാട്ട് പാടാൻ പറയുക, അങ്ങനെ ഒരു വളരെ മോശമായിട്ടുള്ള രീതിയിൽ അത്ര അവരോട് സംസാരിച്ച് നടക്കും. വെറുതെ ലടി ഇങ്ങനെ കരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട്, നിനക്ക് വെറുതെ ലടി അച്ഛനെ ഇല്ലാണ്ടായി പോയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാകും. എന്നാൽ സംഭവത്തിൽ കോളേജ് അധികൃതരിൽ നിന്ന് തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും കോളേജ് അധികൃതർ തയ്യാറായില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. നഴ്സിംഗ് പഠിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടെ ബാങ്കിൽ നിന്ന് വായ്പയെടുത്താണ് പെൺകുട്ടി കോളേജിൽ BSc നഴ്സിംഗിന് പ്രവേശനം നേടിയത്. തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ ലക്ഷക്കണക്കിന് രൂപ കണ്ടെത്താൻ എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണീർ കഴിയുകയാണ് ഈ കുടുംബം. മെഡിക്കൽ കോളേജ് പോലീസ് എത്തി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പള്ളിക്കലിൽ അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചത് KSU പ്രവർത്തകരെന്ന് സ്ഥിരീകരിച്ചു. വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായാണ് മർദ്ദനമെന്ന് പോലീസ് FIRൽ വ്യക്തമാക്കി. 12 KSU പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. KSU പ്രവർത്തകരുടെ ക്രൂരമർദ്ദനത്തിൽ അധ്യാപകന്റെ കൈ ഒടിഞ്ഞു, 2 പല്ലുകളും ഇളകിപ്പോയി. ഇന്നലെ KSU നടത്തിയ വിദ്യാഭ്യാസ ബന്ദിൽ സ്കൂളിന് അവധി അനുവദിക്കാത്തതിനെ തുടർന്നാണ് അധ്യാപകനും PTA പ്രസിഡന്റിനും ക്രൂരമർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ അധ്യാപകനായ ആരിഫിന്റെ കൈ ഒടിയുകയും 2 പല്ലുകൾ ഇളകിപ്പോവുകയും ചെയ്തു. ശരീരമാസകലം മർദ്ദനമേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അധ്യാപകൻ. അവരെല്ലാം കൂടി എന്നെ മർദ്ദിക്കുകയും എൻ്റെ കൈക്ക് പൊട്ടൽ വന്നു. അതുപോലെ തന്നെ ഒരു പല്ലിന് കുലുക്കം സംഭവിച്ചു, ഒരു പല്ല് ഒടിഞ്ഞു. അങ്ങനെ ദേഹമാസകലം ഇടിക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസ ബന്ധാണ്, സ്കൂൾ വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2 പ്രാദേശിക KSUവിൻ്റെ നേതാക്കന്മാർ വന്നായിരുന്നു. മുഴുവൻ വിദ്യാർത്ഥികളും നോക്കി നിൽക്കുകയായിരുന്നു അധ്യാപകനെ നിലത്തിട്ട് ചവിട്ടിയത്. സ്കൂളിലെ കുട്ടികളെല്ലാം കണ്ടു നിൽക്കവെയാണ്. കുട്ടികളൊക്കെ ആകെ പേടിച്ചു പോയി. ഇന്ന് അവിടെ +1 അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഹയർ സെക്കൻഡറിയുടെ അഡ്മിഷൻ നടക്കുന്ന ആ ഓഫീസിൻ്റെ നേരെ വാതിക്കലാണ് ഇത് നടക്കുന്നതുമൊക്കെ.
അപ്പോൾ പേരൻസ് എല്ലാം കൂടി നാലുപാടും കുട്ടികളും പേരൻസ് എല്ലാം നാലുപാടും ഓടി നാളെ ഇനി കുട്ടികളെ ഫേസ് ചെയ്യുന്നത് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. സ്കൂളിൽ പഠിപ്പ് മുടക്ക് സമരം വേണ്ടെന്ന് വിദ്യാർത്ഥി നേതാക്കളും PTA അംഗങ്ങളും ചേർന്ന് നേരത്തെ തീരുമാനമെടുത്തിരുന്നു. മർദ്ദനത്തിൽ PTA പ്രസിഡന്റ് HM സുധീറിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 14 KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആറന്മുളയിൽ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിനായി വയൽ മണ്ണിട്ട് നികത്തി എന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ CPIM കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി പോലീസിൽ പരാതി നൽകി. ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിപ്പിച്ചത്. വിമാനത്താവളത്തിനെതിരെ സമരം നടത്തിയ CPIMനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ് ഇതിന് പിന്നിലെന്ന് ജില്ലാ നേതൃത്വം പറയുന്നു. ആറന്മുളയിലെ CPM ഓഫീസിനായി 5 സെന്റ് പാടം മണ്ണിട്ട് നികത്തി എന്നായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിച്ചത്. 2 മണിക്കൂറിനുള്ളിൽ 100 കണക്കിന് പേർ വാർത്ത ഷെയർ ചെയ്യുകയും ചെയ്തു. ഇതോടെ വാർത്ത പ്രചരിപ്പിച്ച മാധ്യമത്തിനെതിരെയും മണ്ണിട്ട് നികത്തിയ വ്യക്തിക്കെതിരെയും CPIM കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി പോലീസിൽ പരാതി നൽകി. എന്താണ് ഇങ്ങനൊരു വ്യാജ വാർത്ത പ്രചരിക്കാനിടയായത് എന്നുള്ളതിനെ സംബന്ധിച്ച് എത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. 1990-ൽ തോമസ് റൈസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് തീരാധാരം വാങ്ങിച്ച 3 സെന്റ് ഭൂമി മാത്രമാണ് ആറന്മുളയിൽ CPMനുള്ളത്. അത് മണ്ണിട്ട് നികത്താൻ കഴിയുന്നതല്ല, കരഭൂമിയാണ്, ജംഗ്ഷനിൽ തന്നെയുള്ള സ്ഥലമാണ്. അപ്പം ഇല്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ CPMനെ അവഹേളിക്കാനും CPMന് അവമതിപ്പുണ്ടാക്കാനും ബോധപൂർവം BJP പ്രവർത്തകർ നടത്തിയ പ്രചാരവേലയായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. ആറന്മുള സമരത്തിൽ മുഖ്യ പങ്കുവഹിച്ച CPMനെ അപമാനിക്കാനുള്ള ശ്രമമായിരുന്നെന്നും പ്രചാരണമുണ്ട്. CPMന്റെ പഴയ ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പ് ഉടമയായ മണിക്കുട്ടനാണ് തന്റെ 3 സെന്റ് ഭൂമി മണ്ണിട്ട് നികത്തിയത്. 1990-ൽ വാങ്ങിയ 3 സെന്റ് ഭൂമി മാത്രമാണ് CPMന് ഇവിടെയുള്ളത്. രാവിലെ CPMനെതിരെ സമരം നടത്താനെത്തിയ BJP പ്രവർത്തകർ BJPക്കാരനായ മണിക്കൂട്ടന്റെ ഭൂമിയാണ് നികത്തിയതെന്ന് കണ്ട് തിരിച്ചുപോയി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഓണക്കാലത്ത് മലയാളികൾക്ക് വിഷരഹിത പച്ചക്കറി ലഭ്യമാകാൻ ബൃഹത് പദ്ധതിയുമായി CPIM. പാർട്ടിയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ് ഓണമുണ്ണാൻ ജൈവ പച്ചക്കറി എന്ന സന്ദേശവുമായി പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ടത്. ജില്ലയിൽ 1000 ഏക്കർ സ്ഥലത്താണ് ജൈവ പച്ചക്കറി കൃഷി നടത്തുന്നത്. മലയാളിക്ക് ഈ ഓണത്തിനും ജൈവ പച്ചക്കറി വിഭവങ്ങളുമായി സദ്യ ഉണ്ണാം. CPIM എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ് 1000 ഏക്കർ സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ടത്. ഒരു പഞ്ചായത്ത് മലയാളിക്ക് ഈ ഓണത്തിനും ജൈവ പച്ചക്കറി വിഭവങ്ങളുമായി സദ്യ ഉണ്ണാം. CPIM എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ് 1000 ഏക്കർ. മറ്റു വാർത്തയിലേക്ക്. ജലസേചന പദ്ധതിയായ വയനാട് കാരാപ്പുഴയിൽ ആരംഭിച്ച ടൂറിസം പദ്ധതിയും ഇഴഞ്ഞു നീങ്ങുകയാണ്. അണക്കെട്ടും പരിസരവും ടൂറിസ്റ്റ് സങ്കേതമായി വികസിപ്പിക്കാൻ കേന്ദ്ര സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി കോടികൾ ചെലവിട്ടതല്ലാതെ പൂർത്തിയാക്കാനായിട്ടില്ല. പുതിയ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് കാരാപ്പുഴയിൽ. മൈസൂരിലെ വൃന്ദാവൻ മാതൃകയിൽ കാരാപ്പുഴ അണക്കെട്ടിനെയും പരിസരത്തെയും മാറ്റാനായിരുന്നു പദ്ധതി. 4.5 ഹെക്ടർ സ്ഥലത്ത് പുൽത്തകിടിയൊരുക്കി, റോസ് ഗാർഡൻ ഒരുക്കി, ഓപ്പൺ എയർ തിയേറ്റർ, ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ, പാർക്കിംഗ് ഏരിയ, വൈദ്യുത ദീപങ്ങൾ, നടപ്പാത, കോൺഫറൻസ് ഹാൾ എല്ലാം പണിയാരംഭിച്ചു. 100 കോടി രൂപയുടെ പദ്ധതി. അവിടെ ലക്ഷങ്ങൾ ചെലവിട്ടുകൊണ്ട് പൂന്തോട്ടം നിർമ്മിച്ചു. പക്ഷേ പൂന്തോട്ടം നിർമ്മിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളും നടത്താത്തതുകൊണ്ട് തന്നെ അതെല്ലാം കാട് പിടിച്ച് എല്ലാം നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഉദ്യാന നിർമ്മാണവും 1 വർഷത്തെ പരിപാലനവും ഏറ്റെടുത്ത കേരള കാർഷിക സർവകലാശാലയും കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനും തമ്മിലുള്ള തർക്കമാണ് ഈ ഗതിക്ക് കാരണം. തർക്കങ്ങൾക്കിടെ 2013-ൽ അന്നത്തെ സർക്കാർ 2.92 കോടി രൂപ വീണ്ടും അനുവദിച്ചു. ജലസേചനത്തിനായി ആരംഭിച്ച് കോടികൾ മുടിച്ച കാരാപ്പുഴയിൽ ടൂറിസം വഴിയും മറിഞ്ഞത് കോടികളാണ്. കാരാപ്പുഴയെ നേർവഴിക്കാക്കാൻ പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ജില്ല. അനൂപ് കയാർ, വയനാട്. അന്തർദേശീയ യോഗാ ദിനം സംസ്ഥാനത്തും വിപുലമായി ആചരിച്ചു. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആരോഗ്യമന്ത്രി KK ശൈലജ നിർവഹിച്ചു. വിവിധ മതവിഭാഗങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങാണ് യോഗയെന്നും യോഗയിൽ മതേതരത്വം കാത്തു സൂക്ഷിക്കണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. രാജ്ഭവനിൽ ഗവർണർ ജസ്റ്റിസ് P സദാശിവത്തിന്റെ മേൽനോട്ടത്തിലാണ് യോഗ നടന്നത്. 2ാം അന്തർദേശീയ യോഗാ ദിനം സംസ്ഥാനത്തും വിപുലമായാണ് ആചരിച്ചത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാനതല യോഗാ ദിനാചരണം ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. യോഗ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും പങ്കെടുക്കുന്ന ചടങ്ങാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു കീർത്തനത്തിന്റെ ആവശ്യമില്ല. യോഗയിൽ മതേതരത്വം കാത്തുസൂക്ഷിക്കണമെന്നും ആരോഗ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. നമ്മളതൊരു മതേതര രാജ്യമാണ്. അതുകൊണ്ട് യോഗയിലും ഒരു മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.
യോഗാഭ്യാസം തുടങ്ങുന്ന സമയത്ത് മനസ്സിന് സമചിത്തത കൈവരിക്കാൻ ഈശ്വര പ്രാർത്ഥനയാവാം. വിശ്വാസമുള്ളവർക്ക് അവനവനിഷ്ടമുള്ള ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. സംസ്ഥാന ആയുഷ് വകുപ്പാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ യോഗ സംഘടിപ്പിച്ചത്. വിവിധ മേഖലയിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ യോഗയിൽ പങ്കെടുത്തു. മുൻമന്ത്രി VS ശിവകുമാർ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലും യോഗ നടന്നു. രാജ്ഭവനിൽ നടന്ന യോഗ ദിനാചരണത്തിന് ഗവർണർ P. സദാശിവം നേതൃത്വം നൽകി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന യോഗാദിന പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഒറ്റപ്പാലം RSS ആക്രമണത്തിൽ പരിക്കേറ്റ മാധ്യമപ്രവർത്തകന് വധഭീഷണി. റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ശ്രീജിത്തിനെ ഫോണിൽ വിളിച്ചാണ് ഭീഷണിപ്പെടുത്തിയത്. KUWJയുടെ നേതൃത്വത്തിൽ പാലക്കാട് SP-ക്ക് പരാതി നൽകി. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഒറ്റപ്പാലം കോടതിക്ക് മുന്നിൽ RSS സംഘം മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും കൊലവിളി നടത്തുകയും ചെയ്തത്. മർദ്ദനമേറ്റ മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ശ്രീജിത്തിനെ ഫോണിൽ വിളിച്ചാണ് കൊല്ലുമെന്ന ഭീഷണി. കഴിഞ്ഞ ദിവസം 9447111396 എന്ന നമ്പറിൽ നിന്ന് വിളിച്ചായിരുന്നു വധഭീഷണി. പാലക്കാട് പറളയിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞെങ്കിലും ഇയാൾ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഭീഷണി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ശ്രീജിത്തും കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയും പാലക്കാട് SP-ക്ക് പരാതി നൽകി. അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് SP ശ്രീനിവാസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒമാനിൽ കവർച്ചക്കാർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കോട്ടയം മണർകാട് സ്വദേശി ജോൺ ഫിലിപ്പിന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ 9:30 എയർ ഇന്ത്യയുടെ വിമാനത്തിൽ നാട്ടിലെത്തിച്ച മൃതദേഹം ഉച്ചയോടെ മണർകാട് സെന്റ് മേരീസ് സെമിത്തേരിയിൽ സംസ്കരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 10-നാണ് ഒമാനിലെ സസീനയിലെ പെട്രോൾ പമ്പിലെ സൂപ്പർവൈസറായിരുന്ന ജോണിനെ കവർച്ചക്കാർ തട്ടിക്കൊണ്ടുപോയത്. 3 ദിവസത്തിനു ശേഷം മൃതദേഹം പമ്പിന് 7 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുക്കുകയായിരുന്നു. ഇയാളുടെ മരണവുമായി ബന്ധപ്പെട്ട് 6 പേരെ ഒമാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമന ക്രമക്കേടിൽ അന്വേഷണം പ്രഹസനമാകുന്നു. രജിസ്ട്രാർ സംശയനിഴലിലുള്ള കേസിൽ അന്വേഷിക്കുന്നത് കീഴുദ്യോഗസ്ഥനാണ്. ജോയിന്റ് രജിസ്ട്രാർക്കാണ് നിലവിൽ അന്വേഷണ ചുമതല. പ്യൂൺ നിയമനത്തിലെ ക്രമക്കേട് പീപ്പിൾ TV-യാണ് പുറത്തു കൊണ്ടുവന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്യൂൺ നിയമനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രമക്കേടുകൾ കഴിഞ്ഞ ദിവസം പീപ്പിൾ TV പുറത്തു കൊണ്ടുവന്നിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടയുടൻ വിദ്യാഭ്യാസ മന്ത്രി സംഭവത്തെക്കുറിച്ച് യൂണിവേഴ്സിറ്റി അധികൃതരോട് വിശദീകരണം തേടിയിരുന്നു. രജിസ്ട്രാറുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട റാങ്ക് ലിസ്റ്റാണ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തായത്. ക്രമക്കേടിൽ രജിസ്ട്രാർ ഡോക്ടർ അബ്ദുൾ മജീദിന് പങ്കുണ്ടെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരോപിച്ചിരുന്നു. രജിസ്ട്രാർ സംശയനിഴലിലായ സംഭവം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ജോയിന്റ് രജിസ്ട്രാറെയാണ്. രജിസ്ട്രാർക്കെതിരെ നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനായ ജോയിന്റ് രജിസ്ട്രാർക്ക് സാധിക്കുമോ എന്നതാണ് ഉയർന്നുവരുന്ന പ്രധാന ചോദ്യം. ഇതോടെ അന്വേഷണം പ്രഹസനമാക്കുകയാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. നിഷ്പക്ഷമായ ഏജൻസിയെ കൊണ്ട് വിശദമായ അന്വേഷണം നടത്തിക്കണമെന്നാണ് യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. അതേസമയം രജിസ്ട്രാറുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും യൂണിവേഴ്സിറ്റിയിൽ വിവിധ സംഘടനകൾ സമരം നടത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ആരിടപെട്ടാലും തങ്ങൾക്കതൊരു പ്രശ്നമേയില്ലെന്നാണ് യൂണിവേഴ്സിറ്റി അധികൃതരുടെ മനോഭാവം. അഴിമതിയുടെ ഈ പൂച്ചയ്ക്ക് മണികെട്ടാൻ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. PV കുട്ടൻ, കോഴിക്കോട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കുമെന്ന സൂചനയുമായി മുഖ്യമന്ത്രി. പഞ്ചായത്തുകളെ പ്രാദേശിക സർക്കാരുകളായി വളർത്താൻ എല്ലാ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 20 വർഷമായി കെട്ടിട നികുതി വർദ്ധിപ്പിക്കാത്തത് മൂലം പഞ്ചായത്തുകളുടെ വരുമാനം കുറയുന്നുവെന്ന് രമേശ് ചെന്നിത്തലയും അഭിപ്രായപ്പെട്ടു. പഞ്ചായത്ത് അസോസിയേഷന്റെ പരിപാടിയിലാണ് മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതികരണം. പഞ്ചായത്തുകൾക്ക് സർക്കാർ അനുവദിക്കുന്ന ബഡ്ജറ്റ് വിഹിതത്തിൽ ഇത്തവണ വർധനയുണ്ടാകുമെന്ന സൂചനയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാരുടെ അസോസിയേഷന്റെ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ പദ്ധതി വിഹിതവും മെയിൻ്റനൻസ് ഗ്രാൻഡും പ്രവർത്തിപ്പിക്കേണ്ടതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. അത് ശരിയായ ആവശ്യമാണ്. അത് വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്ന് തന്നെയാണ് സർക്കാരും കരുതുന്നത്. ഗ്രാമസഭകളെ സജീവമാക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ശ്രദ്ധിക്കണമെന്നും കഴിഞ്ഞ 20 വർഷമായി കെട്ടിട നികുതി തദ്ദേശ സ്ഥാപനങ്ങൾ വർദ്ധിപ്പിക്കാത്തത് മൂലം പഞ്ചായത്തുകളുടെ വിഹിതം കുറയുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സ്വയമുള്ള നികുതി വരുമാന വർധനവ്. ഇപ്പം 20 വർഷങ്ങൾക്ക് മുമ്പാണ് കെട്ടിട നികുതികൾ വർദ്ധിപ്പിച്ചത്. പിന്നീട് വർദ്ധിപ്പിച്ചിട്ട് പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ നമ്മുടെ വരുമാന വർധനവിന് വേണ്ടിയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വയം പര്യാപ്തമാകണമെങ്കിൽ നിങ്ങളുടെ വരുമാനവും വർദ്ധിപ്പിക്കണം.
തദ്ദേശ സ്ഥാപനങ്ങളിലെ മെമ്പർമാരുടെയും പ്രസിഡന്റുമാരുടെയും ഓണറേറിയം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ സർക്കാർ തീരുമാനിച്ചതാണെന്നും എന്നാൽ ഇലക്ഷൻ വന്നതിനാൽ അനുമതി ലഭിച്ചില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ വ്യക്തികൾക്ക് ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നതിനായുള്ള സംഘടനയല്ല പഞ്ചായത്ത് അസോസിയേഷൻ എന്ന് മുഖ്യമന്ത്രി അവരെ ഓർമ്മിപ്പിച്ചു. ചടങ്ങിൽ മന്ത്രിമാരായ കെ ശൈലജ, കടകംപള്ളി സുരേന്ദ്രൻ, KT ജലീൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മഹലിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വ്രതനാളുകളിൽ മുടങ്ങാതെ ജീരകക്കഞ്ഞി നൽകി ശ്രദ്ധേയമാവുകയാണ് കാസർഗോഡ് ഉദുമ പടിഞ്ഞാർ മുഹയുദ്ദീൻ ജുമാ മസ്ജിദ്. 6 പതിറ്റാണ്ടായി ഈ പള്ളിയിൽ നിന്നും ജീരകക്കഞ്ഞി വിതരണം ചെയ്ത് വരുന്നു. നോമ്പുതുറയിലെ അഭിവാജ്യ വിഭവമായാണ് മഹലിലെ ജീരകക്കഞ്ഞിയെ വിശ്വാസികൾ കണക്കാക്കുന്നത്. വിവിധ പാനീയങ്ങൾക്കും പലഹാരങ്ങൾക്കും പഴവർഗ്ഗങ്ങൾക്കുമൊപ്പം ഒരു വിശിഷ്ട വിഭവം കൂടിയുണ്ട് ഉദുമ പടിഞ്ഞാറ് മുഹായുദ്ദീൻ ജുമാ മസ്ജിദ് മഹലിലെ കുടുംബങ്ങളിലെ നോമ്പുതുറയ്ക്ക്. പള്ളിയിൽ നിന്നും എല്ലാ ദിവസവും മുടങ്ങാതെ ലഭിക്കുന്ന ജീരകക്കഞ്ഞിയാണിത്. 6 പതിറ്റാണ്ടായി തുടരുന്ന പാരമ്പര്യമാണിതെന്ന് പള്ളി കമ്മിറ്റി സെക്രട്ടറി SV അബ്ദുള്ള പറഞ്ഞു. നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് കുടിക്കുന്നതോടുകൂടി ഒരു പ്രത്യേക ഒരു ഉന്മേഷം ഇന്ന് ലഭിക്കുന്നുള്ളൊരു വിശ്വാസം ജനങ്ങളുടെ ഇടയിലുണ്ട്. വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്, മുടങ്ങാതെ ഇതുവരെ പോകുന്നുണ്ട്. 12 കിലോ അരി, 12 തേങ്ങ, 250 ഗ്രാം ജീരകം, ഉപ്പ് എന്നിവ ചേർത്ത് ജീരകക്കഞ്ഞി തയ്യാറാക്കുന്നത് പാചകക്കാരൻ തെക്കിപ്പുറം മൂസയാണ്. അസർ നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ നിന്നും ജീരകക്കഞ്ഞി വിതരണം ചെയ്യുന്നു. വേറിട്ടൊരു നോമ്പുതുറ അനുഭവമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ മഹലിലെ 400ഓളം കുടുംബങ്ങളിൽ നോമ്പ് തുറക്കുന്നത് ഈ പള്ളിയിൽ നിന്നും വിതരണം ചെയ്യുന്ന ജീരകക്കഞ്ഞി കുടിച്ചുകൊണ്ടാണ്. ക്യാമറാമാൻ ഷൈജു ബിലാത്രിക്കൊപ്പം സണ്ണി ജോസഫ്. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ 2016 പരിസ്ഥിതി പത്രമാധ്യമ അവാർഡുകൾ സമ്മാനിച്ചു. മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തനമുള്ള പുരസ്കാരം കൈരളി പീപ്പിൾ TV കൊച്ചി റിപ്പോർട്ടർ സമീർ C വാഴങ്ങോട് ഏറ്റുവാങ്ങി. പത്തനംതിട്ടയിൽ നടന്ന ചടങ്ങിൽ മുൻ വനംവകുപ്പ് മന്ത്രി ബിനോയ് വിശ്വമാണ് പുരസ്കാരം സമ്മാനിച്ചത്.